പ്രൈസ് ലോൺ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ജ്ഞാനമെന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യാദികൾ പ്രസ്താവിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കേണ്ടുന്ന ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറയുകയാണ്. നാം വസ്തുവകകൾ സമ്പാദിക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ, നല്ല ഭക്ഷണം കഴിക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ, നല്ല വസ്ത്രം ധരിക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ, ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഭാവിയും കൊടുക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ നാൾ തോറും ജ്ഞാനം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. അതീവ ചിന്തനീയമായിരിക്കുന്ന ഒരു വാക്യമാണ്. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ മറക്കുവാൻ പാടില്ലാത്ത ചില കാര്യാദികളുണ്ട്. മറക്കുവാൻ പാടില്ലാത്ത ചില കാര്യാദികളിൽ പെടുന്ന ഒന്നാണ് ജ്ഞാനം സമ്പാദിക്കുക എന്നത്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത് എന്നത് ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അവഗണിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒന്നല്ല, മറിച്ച് ജീവിതത്തിൽ പാലിക്കുവാനുള്ള ഒന്നാണ്. നാം ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ വേദനാജനകമായി തീരും. മറിച്ച് നാം ദൈവിക മുന്നറിയിപ്പുകളെ പാലിച്ചു മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരുന്നതിന് വേണ്ടി ദൈവിക മുന്നറിയിപ്പുകളെ പാലിച്ചു മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ചിന്തിക്കാം, ജ്ഞാനം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന യഹോവയോട് അപേക്ഷിക്കട്ടെ. അതീവ ചിന്തനീയമായിരിക്കുന്ന ഒരു വാക്യമാണ്. ജ്ഞാനം പ്രാപിക്കുവാൻ എന്തു ചെയ്യണം എന്നറിയണ്ടേ? ലളിതമാകുന്ന ഭാഷാശൈലിയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറാകണം. നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ അപേക്ഷാ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് ജ്ഞാനത്താൽ നിറച്ച് അനുഗ്രഹിക്കുവാനിടയായി തീരും. ഇതിനുത്തമ ഉദാഹരണമായിരിക്കുകയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ. ഒരവസരത്തിൽ ഗിബയോൻ എന്ന സ്ഥലത്തു വെച്ച് ഒരു സ്വപ്നത്തിൽ ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ശലോമോനോട് ഇപ്രകാരം അരുളി ചെയ്യുകയുണ്ടായി: ശലോമോനെ, നിനക്ക് വേണ്ടുന്ന വരം എന്നോട് ചോദിച്ചു കൊള്ളുക. അതിന് ശലോമോന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയണ്ടേ? നിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് അവരെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരേണം എന്നപേക്ഷിച്ചു. ശലോമോന്റെ അപേക്ഷ യഹോവയ്ക്ക് പ്രസാദകരമായി. എന്തുകൊണ്ട് യഹോവയ്ക്ക് പ്രസാദകരമായി എന്നറിയണ്ടേ? ശത്രു സംഹാരമോ ദീർഘായുസോ ധനമോ ഇങ്ങനെ തുടങ്ങി യാതൊന്നും അപേക്ഷിക്കാതെ ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം അപേക്ഷിച്ചത് യഹോവയ്ക്ക് പ്രസാദകരമായി. യഹോവയ്ക്ക് പ്രസാദകരമായതിനെ തുടർന്ന് ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയത്തെ ദൈവം ശലോമോന് നൽകിക്കൊടുക്കുവാനിടയായി തീർന്നു. ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, ജ്ഞാനമെന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമാകുന്ന ജ്ഞാനത്തിനു വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറായാൽ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ അപേക്ഷാ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് നമ്മെ ജ്ഞാനത്താൽ നിറച്ച് അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിൻ്റെ വാക്കുകൾ അതീവ ചിന്തനീയമാണ്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന യഹോവയോട് അപേക്ഷിക്കട്ടെ. നമ്മിലൊരുവന് ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ അവനെ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. കർത്താവേ, ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ജ്ഞാനം കുറവായിരിക്കുകയാണ്. ജ്ഞാനമെന്ന് പറയുന്നത് അങ്ങയുടെ ദാനമാണ്. അങ്ങയുടെ ദാനമാകുന്ന ജ്ഞാനത്താൽ ഇവനെ അല്ലെങ്കിൽ ഇവളെ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ ഇപ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായിത്തീർന്നു: ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജ്ഞാനം സമ്പാദിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.